10 വർഷങ്ങൾക്ക് മുമ്പ് 2015 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ചുകൂടി ആ ആഘോഷത്തെ കൂടുതൽ നിറമുള്ളതാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഒരുപാട് വാഹനങ്ങളുമായി ക്യാമ്പസിലേക്ക് കയറി വരിക. അങ്ങനെ അവർ തന്നെ പ്ലാൻ ചെയ്ത് സജ്ജീകരിച്ച ആ വാഹന വ്യൂഹം അത് ക്യാമ്പസിലേക്ക് വന്നപ്പോൾ തങ്ങളുടെ ആവേശം അലതല്ലുകയും ആ ആവേശത്തിൻ്റെ ഇരയായിക്കൊണ്ട് ആ വാഹനം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയും ഒരു പെൺകുട്ടി അവിടെ ദാരുണമായി മരണപ്പെടുകയും ചെയ്യുന്ന ഒരു വാർത്ത നാം കേൾക്കുകയുണ്ടായി. 10 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത് എങ്കിൽ അന്ന് ആ സംഭവത്തിന് ശേഷം ഒരുപാട് ചർച്ചകളും വാഗ്വാദങ്ങളും മാധ്യമങ്ങളിലെ ചില സമീപനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികൾ അവർ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ, അവരുടെ ആഘോഷങ്ങൾക്ക് ഒരു ലിമിറ്റുമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നും ക്യാമ്പസുകളിൽ അതിന് നിയന്ത്രണം വേണമെന്നുമെല്ലാം അന്ന് വലിയ ചർച്ചകൾ നടക്കുകയുണ്ടായി. അതിനുശേഷം കുറച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ കണ്ടുവെങ്കിലും ഇന്ന് 2025 നിൽക്കുമ്പോൾ ഓരോ ദിവസവും ക്യാമ്പസുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന അത്തരം വാർത്തകൾ അതൊട്ടും ശുഭകരമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആഘോഷങ്ങൾ അതേതുമാവട്ടെ, അത് എന്ത് അടിത്തറയുള്ളതുമാവട്ടെ, അതെല്ലാം നിയന്ത്രണം വിട്ടുകൊണ്ട് യാതൊരു പരിധിയുമില്ലാതെ യാതൊരു അതിരുകളുമില്ലാതെ അങ്ങ് അർമാദിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടം. ക്യാമ്പസുകളിലേക്ക് ഈ ഇടയ്ക്ക് വന്ന ചില വാർത്തകൾ നമ്മൾ കണ്ടതാണ്. KSRTC ബസ്സൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആഘോഷം അത് കൂടുതൽ നിറമുള്ളതാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ JCBയിൽ ക്യാമ്പസിലേക്ക് എൻട്രി ചെയ്തുകൊണ്ട് അത് വലിയ ഹീറോയിസമായി കാണുന്ന ചില കാഴ്ചകൾ. ഏറ്റവും ഒടുവിൽ ഹെലികോപ്റ്ററിൽ വരെ ക്യാമ്പസിലേക്ക് കയറി വരുന്ന, അങ്ങനെ തങ്ങളുടെ ഹീറോയിസം കാണിക്കാനും ഷോ ഓഫ് കാണിക്കാനുമൊക്കെ വിദ്യാർത്ഥികൾ മാറുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള വാർത്തയല്ല ഈ പറയുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും അടുത്തുള്ള പരിസരത്തുള്ള ചില ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ നടന്നു വരുന്ന ചില നേർക്കാഴ്ചകളാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്തുമേതും ആഘോഷിക്കാനുള്ള, അത് ഏറ്റവും അമിതമായി ആസ്വദിക്കാനുള്ള ഒരു ത്വരയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. ആഘോഷങ്ങളുടെ എല്ലാവിധ സാധ്യതകളും അവർ ഇന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം ആഘോഷങ്ങളിൽ ഞാൻ ഏറ്റവും മുമ്പിലുണ്ടാകും, ഞാനാണ് അതിൽ ഒന്നാമതായി ഉണ്ടാവുക എന്ന് പറയത്തക്ക രൂപത്തിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ വരെ മാറുന്ന ഒരു സാഹചര്യം. വിവാഹമാകട്ടെ, വിവാഹം ഓരോ വർഷവും കഴിഞ്ഞ് അതിൻ്റെ വാർഷികങ്ങളാവട്ടെ, ഇനി ഇത് മാറ്റി നിർത്തി ചെറിയ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ആ കുട്ടിയെ ചേർത്തുന്നത് മുതൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ പ്രവേശനോത്സവമുണ്ടാകും. അതുപോലും ഉത്സവമാക്കി DJ-യുടെ അകമ്പടിയോടുകൂടി കുട്ടികളെ വരവേൽക്കുന്നൊരു സാഹചര്യം. ആ സ്കൂളിൽ പ്രവേശിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്ന ഏറ്റവും അവസാനത്തെ ഫെയർവെൽ ദിനത്തിൽ പോലും കുട്ടികൾ വീണ്ടും അമിതമായി അർമാദിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം. ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇത്തരത്തിൽ ആഘോഷങ്ങളുമായി ബന്ധിക്കപ്പെട്ടുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. ക്യാമ്പസുകളിലും ചിത്രങ്ങൾ വ്യത്യസ്തമല്ല. എന്തുമേതും കലണ്ടറിൽ ഒരു ചുവന്ന നിറമാണോ ഇത് എനിക്ക് ആഘോഷിക്കാനുള്ള ഒരു ലൈസൻസാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ ആഘോഷിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ആരാഞ്ഞു പോകുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ, ഇത്തരം ആഘോഷങ്ങൾ അവരെ എത്തിക്കുന്ന ചില അപകടങ്ങളെപ്പറ്റി ഇന്നൊരു പക്ഷേ അവർ ആലോചിച്ചില്ല എങ്കിലും ഭാവിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഗൗരവകരമായി നാം ഏവരും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏതാഘോഷമാവട്ടെ, എന്തനുഷ്ഠാനമാവട്ടെ, എന്തെല്ലാം ആചാരങ്ങളാവട്ടെ, അതെല്ലാം അടിച്ചു പൊളിക്കണമെന്ന ചിന്തയിൽ സ്വാഭാവികമായും എല്ലാവിധ അനിസ്ലാമികതകളും കടന്നു വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതാഘോഷങ്ങളും ഇന്ന് ഭക്ഷണം അതിൻ്റെ ഒരു മൂലഘടകമാണ്. ഭക്ഷണം, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം വാങ്ങുന്ന, കേക്കുകൾ വാങ്ങി ആ ഭക്ഷണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു സമീപനം കാണുന്നുണ്ട്. ഈ ആഘോഷങ്ങൾ അത് കൂടുതൽ കളർഫുള്ളാക്കാൻ വേണ്ടി സ്വാഭാവികമായും മ്യൂസിക് വേണ്ടി വരും. ഇസ്ലാം ഹറാമാക്കിയ മറ്റു പലതും അതിൻ്റെ കൂടെ വരും. DJ പാർട്ടികൾ ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി നിസ്സാരമായി കാണുന്ന പലതും അതിലേക്ക് പോലും ഇസ്ലാമികമല്ലാത്ത പലതും കടന്നു വരുന്ന ഒരു കാഴ്ച. ലഹരികൾ, പലപ്പോഴും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ
ആദ്യമായി ലഹരി നുണയുന്ന ചില സാഹചര്യങ്ങൾ പോലും ഇത്തരം ആഘോഷങ്ങളാണ് എന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രബുദ്ധരായ നമുക്ക് ഏവർക്കും അറിയാം. എന്നിട്ട് പോലും ഒരു നിയന്ത്രണവുമില്ലാതെ ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്തുണ്ടെങ്കിലും പരമാവധി അടിച്ചു പൊളിക്കുക, പരമാവധി എൻജോയ് ചെയ്യുക എന്ന ഒരു തോന്നൽ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലഹരി ഒരു പ്രശ്നമല്ല. ആ ലഹരിയിലൂടെ തനിക്കൊരു ആസ്വാദനമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ല. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ അത്തരം ചിന്തയിൽ ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് ധാർമ്മികത ഒരു പ്രശ്നമാവില്ല. ചില കാര്യങ്ങൾ ധർമ്മമാണെന്നും ചിലത് അധർമ്മമാണെന്നും ചിലതെല്ലാം ശരിയാണ് ചിലത് തെറ്റാണ് എന്നുമുള്ള ബോധം അവനപ്പോൾ ഉണ്ടാവില്ല. മതമൂല്യങ്ങൾ അതൊരു പ്രശ്നമേ ആവില്ല. മതം എന്ത് പറയുന്നു എന്ന് നോക്കാൻ പോലും പലപ്പോഴും അത്തരം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരം തലമുറ ശ്രമിക്കാറില്ല എന്നതാണ് നമ്മൾ കണ്ടുവരുന്ന കാഴ്ച. നാം ചിന്തിച്ച് നോക്കേണ്ടത് മനസ്സിൻ്റെ നമുക്കേവർക്കും മാനസികമായി തോന്നുന്ന നമ്മുടെ മനസ്സകങ്ങളിൽ ഉയർന്നു വരുന്ന ചിന്തകൾക്കനുസരിച്ച് ഒപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുന്നത് ഭൗതികമായ ചില വിഷയങ്ങൾ മാത്രമല്ല. ലഹരി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. എന്നാൽ അത് മാത്രമല്ല വിഷയം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൽ പോലും അവൻ്റെ ഈമാനിൽ പോലും വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അവൻ നേരിടാനുണ്ട് എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവ് എന്ത് പറഞ്ഞുവോ എന്ത് കൽപ്പിച്ചുവോ അത് കൃത്യമായി ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് വിരോധിച്ചുവോ അത് ചെയ്യാതിരിക്കാനുള്ള, അതിനോട് അടുക്കുക പോലും ചെയ്യാതിരിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ഈ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ പോലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പാലിക്കേണ്ടതിന് പകരം അത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം വ്യാഖ്യാനിക്കുന്ന, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ദേഹേച്ഛകൾക്കനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ അവർ എത്തുന്നത് അള്ളാഹുവാണ് ഇലാഹ് എന്ന ചിന്തയ്ക്കപ്പുറം സ്വന്തം ദേഹേച്ഛയാണ് ഇലാഹ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തോന്നലാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ ഇലാഹ്, അവർ എൻ്റെ ആഗ്രഹം എന്ത് പറയുന്നുവോ അതനുസരിച്ചേ ഞാൻ പോകൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത്തരം ആളുകൾ എത്തുമെന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ. നീ കണ്ടില്ലേ ചില ആളുകൾ മനിത്തഖദ ഇലാഹഹു ഹവ, അവരുടെ ഇലാഹായിക്കൊണ്ട്, അവരുടെ ആരാധ്യനായിക്കൊണ്ട് അവർ സ്വന്തം ഹവയെ, സ്വന്തം ദേഹേച്ഛയെ കാണുന്ന ചില ആളുകളെ നീ കണ്ടില്ലയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അത്തരം ആളുകളെ പറ്റി പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്വന്തം ദേഹേച്ഛയെ തനിക്ക് തോന്നുന്നത് എന്താണോ അതെല്ലാം, തൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന, ക്യാമ്പസിൽ എന്താണോ ഇപ്പോൾ ഏറ്റവും പുതിയ ആഘോഷം അതിന് പിന്നിൽ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ധാർമ്മികതയോ മതബോധമോ മൂല്യങ്ങളോ ഒന്നും തടസ്സമാവാത്ത രൂപത്തിൽ പോകുന്ന അത്തരം ഹവയുടെ പിന്നിൽ പോകുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്ക് അവരുടെ ഈമാനിൽ വലിയ പ്രയാസമുണ്ടാകുമെന്നതാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തി അവനൊരു മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ പോലും അവൻ മതനിഷേധിയായി മാറുന്നത്, ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള, കുഫ്റിലേക്ക് പോകാനുള്ള, സത്യനിഷേധിയാവാനുള്ള ചില മാർഗങ്ങൾ അതൊരിക്കലും ഒരുപക്ഷെ ഗവേഷണം ചെയ്തുകൊണ്ടൊന്നായിരിക്കില്ല. എന്താണ് ഇപ്പോൾ ഇസ്ലാമിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ടല്ലോ എന്നറിഞ്ഞ് അത് പഠിച്ച് അത് ഗവേഷണം ചെയ്ത് കുറേ പരന്ന വായനയുടെ ഒന്നുമല്ല ഒരു വ്യക്തി പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്നത്. ഞാനും നിങ്ങളുമൊക്കെ മുസ്ലിമുകളായി ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പോലും തെറ്റാനുള്ള ചില കാരണങ്ങളാണ് ഈ പറയുന്നത്. ഒരിക്കലും നമ്മൾ ഗവേഷണം ചെയ്തുകൊണ്ടായിരിക്കില്ല ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോവുക. മതത്തിൻ്റെ നിയമങ്ങളിൽ പെടാത്ത ചില കാര്യങ്ങളിൽ സ്വാഭാവികമായും നാടെല്ലാവരും ഒന്നിച്ചു പോകുമ്പോൾ നമ്മളും അതിൽ പെട്ടുപോകുന്ന ചില കാഴ്ചകൾ, അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും മതത്തെ അവിടെ അരികുവൽക്കരിക്കാൻ, അതിനെ സൈഡാക്കാനുള്ള ശ്രമം അത്തരം ആളുകളിൽ കാണാൻ സാധിക്കും. അങ്ങനെ മതത്തെ ഒന്ന് മാറ്റി നിർത്തി ആ ആഘോഷത്തിന് തൻ്റെ ഇച്ഛയ്ക്ക് പിറകെ പോകുന്ന ആളുകൾ അവൾ രണ്ടാമതായി എത്തുന്നത് എല്ലാവരുടെയും കൂടെ എങ്ങനെയാണോ പോകുമ്പോൾ കൂടേണ്ടത് അതുപോലെ അങ്ങോട്ട് കൂടുക. ഒരു ഒഴുക്കനുസരിച്ച് എങ്ങോട്ടാണോ പോകുന്നത് ആ ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരു സാഹചര്യം. മൂന്നാമതായി അവരെത്തുക തൻ്റെ ഇഷ്ടം എന്താണോ അതിന് പിറകെ മാത്രം പോകുന്ന, അത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഏറ്റവും ഒടുവിൽ അത്തരം ആളുകൾക്ക് എല്ലാവിധ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആസ്വാദനങ്ങൾ അതിൻ്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് അവർ തന്നിഷ്ടപ്രകാരം പോകുന്ന, തൻ്റെ എല്ലാവിധ തൗഫീഖും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരം ആളുകൾ എത്തപ്പെടുമെന്നതാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെല്ലാം നിലയ്ക്ക് പുതിയ കാല ആസ്വാദനങ്ങളുണ്ടോ അവയ്ക്കെല്ലാം പിറകെ പോകുന്ന ആളുകൾക്ക് നഷ്ടം സംഭവിക്കുന്നത് വിശ്വാസത്തിൻ്റെ വിഷയത്തിലാണ്, അവരുടെ ഈമാനിൻ്റെ കാര്യത്തിലാണ്. ആ ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ട ഒരവസ്ഥ നമുക്കേവർക്കും സംജാതമാകുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് ഏറ്റവും കൃത്യമായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവൻ ഏറ്റവും ആത്യന്തികമായി ചിന്തിക്കേണ്ടത് മാതാ ഖാല അല്ലാഹ് മാതാ ഖാല റസൂലുള്ളാഹ്, അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു, അതാണ് എൻ്റെ നിയമം. അതിനപ്പുറമുള്ളതൊന്നും എനിക്ക് ബാധകമല്ല. അള്ളാഹും റസൂലും പറഞ്ഞിടത്ത് നിൽക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം ആകുന്ന മനുഷ്യർ, നമുക്ക് അള്ളാഹു നൽകിയ ഒരുപാടധികം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മെ നമ്മളാക്കി മാറ്റുന്ന, ഒരുപക്ഷെ ഇതര ജീവജാലങ്ങളിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കി വ്യതിരിക്തമാക്കി മാറ്റുന്ന 2 ഗുണങ്ങളാണ്. ഒന്ന് നമ്മുടെ സവിശേഷ ബുദ്ധി. നാം ഏവരും ഈ സംസാരം കേൾക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നുണ്ട്. ഈ സവിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് മാത്രം നൽകിയ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. രണ്ടാമത്തെ ഒരു ഗുണം എന്നത് നമ്മുടെ ഇച്ഛാശക്തിയാണ്. ഈ സവിശേഷ ബുദ്ധി കൊണ്ട് നമ്മൾ കേൾക്കുന്ന, നമ്മൾ വായിക്കുന്ന, നമ്മൾ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനിക്കുന്ന ചില പ്ലാനുകളുണ്ട്, നമ്മുടെ ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തിക്കനുസരിച്ച് ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മെ നമ്മളാക്കുന്ന, മൃഗങ്ങളിൽ നിന്ന് പോലും നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഈ സവിശേഷ ബുദ്ധിയും ഈ ഇച്ഛാശക്തിയും നമ്മെ കൊണ്ട് എത്തിക്കേണ്ടത് ഈ ദീനിൻ്റെ അസ്ലിൽ ഉറച്ചു നിൽക്കുക എന്നതിലാണ്. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് ഇത് രണ്ടും തന്നിഷ്ടപ്രകാരം തൻ്റെ ഹവയുടെ പിന്നാലെ പോകുന്ന, തൻ്റെ ഹവയെ ഇലാഹാക്കി മാറ്റുന്ന, ആരാധ്യ വസ്തുവായി മാറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുമെന്നതാണ്. അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് മനുഷ്യരെന്ന ആ ഒരു സവിശേഷ മൂല്യം നഷ്ടപ്പെടുകയും അവർ മൃഗങ്ങളെപ്പോലെ, ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെപ്പോലെ ആയിത്തീരും. അല്ലെങ്കിൽ ബൽഹും അദല്ല്, അതിനേക്കാൾ അവർ മോശമായി തീരുന്ന ഒരവസ്ഥ മനുഷ്യരാകുന്ന നമുക്ക് ഉണ്ടായിത്തീരാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലജ്ജ അല്ലെങ്കിൽ നാണം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അതൊക്കെ കുറച്ച് അന്യമാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് എത്തിയിട്ടുണ്ട്. നാം ഗൗരവത്തിൽ തിരിച്ചറിയുക, ലജ്ജ എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റിപ്പോർട്ടിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂന ശുഅബ വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ഈമാൻ എന്നാൽ അതിൽ 60-ൽ പരം ശാഖകളുള്ള ഒന്നാണ് ഈമാൻ. അതിൽപ്പെട്ട ഒരു ശാഖയാണ് ഹയാ എന്നത്. ഈമാനിൻ്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പം ലജ്ജയുണ്ടെങ്കിലേ ഈമാനുള്ളൂ. അത് രണ്ടും പരസ്പരം പൂരിപ്പിക്കപ്പെട്ട, പരസ്പര ബന്ധിതമായ ചില കാര്യങ്ങളാണ് എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന റിപ്പോർട്ടിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅ. ഹയാഉം ഈമാനും, ലജ്ജയും ഈമാനും എന്ന് പറയുന്നത് ഖുരിനാ ജമീഅ, അവ രണ്ടും പരസ്പരം ബന്ധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഫഇദാ റഫഅ അഹദഹുമാ റുഫിഅൽ ആഖർ, അതിൽ ഏതെങ്കിലും ഒന്നിനെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ, മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേതും സ്വാഭാവികമായും ഉയർത്തപ്പെടുമെന്നതാണ്. നമുക്ക് ലജ്ജ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഈമാനും നഷ്ടപ്പെടുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലജ്ജ ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനുമായി ബന്ധിപ്പിക്കപ്പെട്ട് നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്ക് സവിശേഷമായി നൽകിയ ഈ ലജ്ജ എന്ന് പറയുന്ന ഈ ഗുണം ഇല്ലാതായി കഴിഞ്ഞാൽ, തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാവുന്ന അപകടങ്ങളെപ്പറ്റി ഇന്നത്തെ പുതിയ കാലത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം അതിരുകളൊന്നുമില്ലാത്ത രൂപത്തിൽ തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നൊരു അപകടം, പണ്ട് ഒരുപക്ഷെ നമ്മൾ അയ്യേ എന്ന് പറഞ്ഞ, മോശമാക്കി കണ്ട ചില കാര്യങ്ങൾ, അത് ഇന്ന് നമ്മൾ നിരന്തരം കേട്ടതുകൊണ്ടും നിരന്തരം കണ്ടതുകൊണ്ടും നിരന്തരം നമ്മളുമായി ഇടപെടുന്നതുകൊണ്ടും അതിന്നൊരു പ്രശ്നമല്ലാതായി മാറുന്ന ഒരു സാഹചര്യം. പണ്ട് മോശമായിരുന്നു, എന്നാൽ ഇന്ന് എപ്പോഴും കാണുന്നതുകൊണ്ട് എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് അതൊരു പ്രശ്നമല്ല, സ്വാഭാവികവൽക്കരിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് അത്തരം ആളുകൾ മാറുന്നുണ്ട്. രണ്ടാമതായി അവർ നേരിടുന്നൊരു പ്രശ്നം, കാലങ്ങനെ പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ പുരോഗതിയും ഒക്കെ നമ്മൾ കണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു പുരോഗമിച്ച കാലത്ത് ജീവിക്കുമ്പോൾ നമ്മളും കുറച്ചൊക്കെ മാറണ്ടേ എന്ന ചിന്ത അത്തരം ആളുകൾക്ക് വരുമെന്നതാണ്. ഇസ്ലാമികമായ അസുലുകൾ ഭേദിച്ച് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമാണ് നമ്മളും കുറച്ചൊക്കെ ഒന്ന് മാറണ്ടേ, നമ്മളും ഒന്ന് മോഡേൺ ആവണ്ടേ. മതം ഇത് പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പൂർത്തീകരിച്ച ഈ മതം ഇന്നും അതുപോലെ തന്നെ പിടിച്ചേക്കേണ്ടതുണ്ടോ, കുറച്ചൊക്കെ ഒരു വെള്ളം ചേർത്തൂടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത്തരം ആളുകൾ എത്തുമെന്നതാണ് രണ്ടാമത്തെ ഒരു അപകടം. മൂന്നാമതായിക്കൊണ്ട് ഒരു സാംസ്കാരികമായ അധിനിവേശം അത്തരം ആളുകളെ വേട്ടയാടുമെന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹം ഒരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ ഓരോരുത്തർക്കും അവരുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അവരുടേതായ ആഘോഷങ്ങളുണ്ട്. സ്വാഭാവികമായും അത്തരം അനുഷ്ഠാനങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ചില നിയന്ത്രണങ്ങളുണ്ട്. അവൻ്റെ മതം പറയുന്ന, അവൻ്റെ സ്രഷ്ടാവ് അവന് മുന്നോട്ട് വെച്ച ചില നിയമസംഹിതകളുണ്ട്. അതിൽ ഉറച്ചു നിൽക്കാൻ അവൻ ബാധ്യസ്ഥനാണ്.
എല്ലാവരും എങ്ങനെ പോകുന്നുവോ അതനുസരിച്ച് തന്നെ പോകേണ്ടവനല്ല ഒരു മുസ്ലിം. അവൻ്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായി മുന്നിലുണ്ടാവുക. പൊതുബോധമല്ല ഒരു മുസ്ലിമിനെ നയിക്കുക, മറിച്ച് മതബോധമാണ്. മതബോധമാണ് ഏറ്റവും മുന്നിൽ അവൻ്റെ ഉണ്ടാവേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നതല്ലേ, അതവനൊരു പ്രശ്നമാവില്ല. അവൻ്റെ വിശ്വാസം എന്ത് പറയുന്നുവോ അവിടെ നിൽക്കാൻ അവന് സാധിക്കുമെന്നതാണ്. അത്തരമൊരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ ഇന്ന് ഇത്തരം ചിന്തയില്ലാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സാംസ്കാരികമായ ഒരു അധിനിവേശം. എല്ലാവരും എങ്ങനെ ചെയ്യുന്നുവോ അതിനൊപ്പം പോകാൻ അവൻ നിർബന്ധിതനായി തീരുന്ന ഒരു സാഹചര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടൊരു വിവാദം വന്നു. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ലഹരിക്കെതിരെയായി വിദ്യാർത്ഥികൾ സൂംബ ഡാൻസ് കളിക്കണം, അതാണ് പരിഹാരമെന്ന് ഒരു ഉത്തരവ് വരികയുണ്ടായി. എന്നാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ അവർ കൃത്യമായി അതിനെതിരെ പ്രതികരിച്ചു. നമുക്ക് ചേർന്നതല്ല ഈ സംസ്കാരം, ഡാൻസ് എന്ന അല്ലെങ്കിൽ പാട്ടിനൊപ്പം തുള്ളുക എന്നത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല എന്ന് കരുതി അവർ അതിൽ മാറി നിൽക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അത് പ്രതികരിച്ചു. എന്നാൽ ഈ ഒരു പ്രതികരണം വന്നപ്പോൾ തന്നെ അവരെ ചാപ്പ കുത്തുന്ന, തീവ്രവാദിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ എല്ലാവരും ആചരിക്കുന്ന, എല്ലാവരും ആഘോഷിക്കുന്ന ചില ആഘോഷങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളെ തീവ്രവാദികളാക്കുന്ന, ഭീകരവാദികളാക്കി മാറ്റുന്ന ഒരു സമീപനം ഇവിടെയുണ്ട്. ഇതിനെതിരെ ഒരു മുസ്ലിം പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും മുന്നിൽ നമുക്കുണ്ടാവേണ്ടത്. അവിടെ ആ വിശ്വാസത്തെ സ്നേഹത്തോടെ, നമ്മുടെ ഒരു ഊർജ്ജത്തോടു കൂടി നമ്മൾ ഏറ്റവും കൃത്യമായി കാത്തു സൂക്ഷിച്ച് ആ വിശ്വാസേതരമായ മറ്റുള്ള ആഘോഷങ്ങളോട് സമരസപ്പെടാതെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ഈ ഒരു സമീപനം ഇന്ന് നമ്മൾ സ്വീകരിച്ചില്ല എങ്കിൽ സ്വാഭാവികമായും കാലം മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മളും അതനുസരിച്ച് ഇഴകിച്ചേരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. അത് നമ്മുടെ ഈമാനിനെ, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുമെന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ കാല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനാചാരങ്ങളുമൊക്കെ നമ്മുടെ അടുക്കലേക്ക് വരാനുള്ള സാധ്യതയും നാം നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്ന് വിവാഹം എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിവാഹം എന്നാൽ അതൊരു കരാറാണ്. മീസാഖൻ ഖലീല, ശക്തമായൊരു ഉടമ്പടിയാണ് വിവാഹത്തിലൂടെ ഉണ്ടാവേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ വിവാഹത്തെ ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള ആഭാസങ്ങളായിക്കൊണ്ടാണ്, അനാചാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പുതിയ സമൂഹം, മുസ്ലിം സമൂഹത്തിൽ പോലും വിവാഹത്തിൻ്റെ 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിക്കുന്നുണ്ട് പുതിയ ആചാരങ്ങൾ, അനാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. അവരെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം എല്ലാവരിലും സാർവത്രികമായതുകൊണ്ട് തന്നെ നമ്മളും അങ്ങനെ ചെയ്താലേ ഇതൊരു വിവാഹമാകൂ എന്നൊരു രൂപത്തിലേക്ക് അവരുടെ ചിന്താഗതി മാറുന്ന ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് യഥാർത്ഥത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നാം ആകുന്ന ഒരു മുസ്ലിം യുവാവിന്, മുസ്ലിം യുവതിക്ക് നമുക്ക് ചെയ്യാനുള്ള വലിയ ബാധ്യതകൾ ഒഴുക്കിനെതിരെ നീന്തുക എന്നതാണ്. സമൂഹം എല്ലാവരും ഒരു കാര്യം ശരിയെന്ന് ചിന്തിച്ചു പോകുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനെതിരെ സഞ്ചരിക്കാൻ, അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നാം ഈ ലോകം ഇത് നശ്വരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാലിക്കുന്ന വിശ്വാസം ഇതുകൊണ്ട് നമുക്ക് പോകാനുള്ളത് നാളെ നമ്മുടെ മരണശേഷമുള്ള പരലോക ജീവിതത്തിലേക്കാണ്. ആ പരലോകം അത് സത്യമാണ്. അൽ ജന്നത്തു ഹഖ്കുൻ വന്നാറു ഹഖ്കുൻ എന്ന് വിശ്വസിക്കുന്ന, സ്വർഗവും നരകവും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഈ ദുനിയാവിലുള്ള ചില കാര്യങ്ങൾ, ചില നിയന്ത്രണങ്ങൾ അതവർക്ക് ബാധകമായിരിക്കും. ആ നിയന്ത്രണങ്ങൾ പാലിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പ്രയാസവും ഒരു പ്രശ്നവും അവൻ ഉണ്ടാവുകയില്ല എന്നതാണ്. അത്തരത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉയർത്താൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വിശ്വാസം മുറുകെ പിടിച്ച ഒരുപാട് മുൻഗാമികൾ നമുക്ക് കാണാൻ സാധിക്കും. ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിനെ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊല്ലാൻ വേണ്ടി, ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ മലമുകളിലേക്ക് കൊണ്ടുപോയി ആ മലമുകളിൽ വെച്ച് അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള ആ കുരിശും ആണിയും കാണിച്ചു കൊടുക്കുകയാണ്. താങ്കളെ ഞങ്ങളിതാ ക്രൂശിക്കാൻ പോവുകയാണ്. അവസാനമായി താങ്കളുടെ മരണത്തിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എങ്ങനെ വേണമെങ്കിലും കൊന്നോളൂ, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി മുറിച്ച് ഇവിടെ കാറ്റിൽ പറത്തിക്കോളൂ, പറവകൾക്ക് ഇട്ടുകൊടുത്തോളൂ, ഒരു പ്രശ്നവും എനിക്കില്ല. ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഈ മിടിക്കുന്ന ഹൃദയം അത് എൻ്റെ ആത്മാവ് പോകുന്ന ആ റബ്ബിൻ്റെ പാതയിലാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് സന്തോഷത്തോടുകൂടി പറയാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അവരുടെ വിശ്വാസം എവിടെ നിൽക്കുന്നത്? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. ജയിലിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന സിജ്നി ഖൽവ, ഈ ജയിൽ എന്നത് അതെനിക്കൊരു വിശ്രമ കേന്ദ്രമാണ്. വനഫി സിയാഹ,
എന്നെ ഇനി നിങ്ങൾ നാട് കടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ നാട്ടിൽ നിന്നും എന്നെ ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെനിക്ക് സിയാഹയാണ്, എനിക്കതൊരു ടൂറാണ്, ഒരു വിനോദയാത്രയാണ്. അതല്ല വഖത്തലി ഷഹാദ, ഇനി നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെനിക്കൊരു രക്തസാക്ഷിത്വമാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വലിയ മാതൃകകളുണ്ട്. നമ്മുടെ വിശ്വാസം എന്നത് അത് ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി ഏറ്റെടുക്കാൻ, അത് നാളെ മരണശേഷമുള്ള പരലോക ജീവിതത്തിന് അനുഗുണമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ യഥാർത്ഥ ഈമാനുള്ള ആളുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങൾക്ക് കൃത്യമായ അതിർവരമ്പുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം മുസ്ലിമീങ്ങൾ. എന്നാൽ മതത്തിൻ്റെ പേരിൽ പോലും അത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ അതിന് യാതൊരു നിലയ്ക്കുള്ള സീമകളുമില്ലാതെ, യാതൊരു അതിരുകളും അരുതുകളുമില്ലാതെ തന്നിഷ്ടപ്രകാരമായി അല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ആത്മീയമായ ലാഭത്തിന് വേണ്ടി അത്തരം ആഘോഷങ്ങളെപ്പോലും മതത്തിൻ്റെ പേരിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും കാണാൻ സാധിക്കും. ആ വ്യാഖ്യാനങ്ങളിൽ പെട്ടുപോകുന്ന നിഷ്കളങ്കരായ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മതത്തിന് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. എങ്കിൽ ആ മതത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മെ ഈ രൂപത്തിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ആത്മീയാചാര്യനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പോലും അത്തരം ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ യാതൊരു ബൗണ്ടറികളുമില്ലാതെ, യാതൊരു അതിരുകളുമില്ലാത്ത രൂപത്തിൽ ആഘോഷങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ, അത്തരം അനാചാരങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ചിന്തിക്കേണ്ട, നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് റസൂലിൻ്റെ പേരിലാണ് ഇന്ന് അനാചാരങ്ങൾ കടന്നു വരുന്നത്? നമ്മെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച, എന്താണ് ഹറാം എന്താണ് ഹലാൽ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞാ നിർദ്ദേശങ്ങളെല്ലാം, കൽപ്പനാ നിരോധനങ്ങളെല്ലാം കൃത്യമായ ജീവിതത്തിൽ പകർത്തുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദങ്ങൾ പോലും, പ്രവാചകൻ്റെ മിണ്ടാതിരിക്കുന്ന സമയങ്ങൾ പോലും കൃത്യമായി രേഖപ്പെടുത്തി അതുപോലും ജീവിതത്തിൽ അപ്പടി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ മുസ്ലിം സമുദായം പോലും പ്രവാചകൻ്റെ പേരിൽ ഒരു അനാചാരത്തിലേക്ക് എത്തുക എന്നത് അത്യന്തം അപകടകരമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ലോകത്ത് ഇന്നേ വരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളായ മുസ്ലിമേതര വിശ്വാസത്തിലുള്ള ആളുകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്ന ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു ലിസ്റ്റിൽ പോലും ഏറ്റവും ഒന്നാമതായി പരിഗണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ്റെ ജീവിതം പോലും ഇന്ന് അനാചാരങ്ങൾക്ക് വിധേയമാകുന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ പ്രവാചകനുമായി നമ്മുടെ അടുപ്പം എത്രത്തോളമുണ്ട്? നമ്മുടെ ഈമാൻ എവിടെ എത്തി നിൽക്കുന്നു? ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ, ഈമാനിൻ്റെ ഒരു ഹലാവത്ത് ആസ്വദിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ചിന്ത എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാകുമ്പോൾ മാത്രമാണ് ഈമാനിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരു ഹലാവത്ത്, ഒരു മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെക്കാളേറെ, നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച സമ്പത്തിനേക്കാളും, നമ്മുടെ വീടിനേക്കാളും, നമ്മുടെ സ്ഥാനമാനങ്ങളെക്കാളും, നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയേക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും ഒക്കെയേറെ നാം സ്നേഹിക്കേണ്ടത്, നമ്മേക്കാളേറെ നാം സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ്റെ പേരിൽ അനാചാരങ്ങൾ കടന്നു വരുമ്പോൾ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ആ റസൂലിനെ സ്വഹാബിമാർ കണ്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ സന്തത സഹചാരിയുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഹിജ്റയ്ക്ക് പുറപ്പെടുകയാണ്. ഹിജ്റ പോകുന്ന, മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ആ 400 നാഴിക യാത്ര, ആ യാത്രയിലുടനീളം പ്രവാചകനെ ആരെങ്കിലും കാണുമോ, പ്രവാചകനെ വേട്ടയാടുമോ എന്ന ഭയത്താൽ പ്രവാചകനെ വട്ടമിട്ടുകൊണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നിരുന്നത്. അവരുടെ കാൽപ്പാടുകൾ പിന്നീട് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. പ്രവാചകൻ്റെ കാൽപ്പാടുകൾ നേരെ കാണാൻ കഴിയുമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാൽപ്പാടുകൾ പ്രവാചകനെ ചുറ്റിക്കൊണ്ടായിരുന്നു. എപ്പോഴും ആരെങ്കിലും എൻ്റെ റസൂലിനെ കാണുമോ എന്ന ഭയത്താലായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത്. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഹിജ്റ പോകുമ്പോൾ കേവലം ഒരു ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം പ്രവാചകൻ ഹിജ്റ പോകുന്ന സമയത്ത്, റസൂൽ പോകുന്ന സമയത്ത് ആ റസൂലിൻ്റെ കിടപ്പറയിൽ ശത്രുക്കൾ എന്നെ കൊല്ലുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ആ കിടപ്പറയിൽ കിടന്ന് അവിടെ പുതപ്പ് മൂടി കിടക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ഒരു ചെറിയ കുട്ടിക്ക് പോലും റസൂലിനോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴമാണിത് കാണിക്കുന്നത്. ഇതുപോലെ എത്ര ചരിത്രങ്ങൾ. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൻ്റെ സമയത്ത്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു അമ്പ് പ്രവാചകന് നേരെ കടന്നു വരുമോ എന്ന ഭയത്താൽ പ്രവാചകന് ചുറ്റും നിന്നുകൊണ്ട് ആ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തെ നോക്കിയപ്പോൾ 80-ൽ പരം അമ്പുകളും വെട്ടുകളും കുത്തുകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർക്ക് റസൂലിനെ സ്നേഹിച്ചത്? താൻ വിശ്വസിക്കുന്ന ആദർശം, താൻ മനസ്സിലാക്കിയ ഈ ഇസ്ലാം, അത് തനിക്ക് എത്തിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിച്ച റസൂലിൻ്റെ സ്വഹാബിമാർ, ഏറ്റവും ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകൾ, അവർ സ്നേഹിച്ചതുപോലെയാണ് റസൂലിനെ നമ്മളും സ്നേഹിക്കേണ്ടത്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിന് 2 കാര്യത്തിലാണ് പിഴവുകൾ സംഭവിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള വിഷയത്തിൽ 2 കാര്യത്തിൽ നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, റസൂലിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ആഴം പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് അറിയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് റസൂലിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ആഴം. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്നും പലർക്കും അതിൽ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. റസൂലിനോടുള്ള സ്നേഹത്തിൽ പോലും ബിദ്അത്തുകൾ കടന്നു വരുമ്പോൾ, റസൂൽ പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ കടന്നു വരുമ്പോൾ നാം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ഇന്ന് യാതൊരു സീമകളുമില്ലാത്ത രൂപത്തിൽ, നേരത്തെ പറഞ്ഞ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ റസൂലിൻ്റെ ജന്മദിനവും ഇന്ന് മീലാദ് ഫെസ്റ്റുകളായിക്കൊണ്ടൊക്കെ ആചരിക്കുന്നൊരവസ്ഥ. ഇത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക്, ശ്രേഷ്ഠരായ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾക്കൊക്കെ പരിചയമുണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന ഉത്തരമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 30 വർഷം ഇസ്ലാമിക ചരിത്രത്തെ, ഇസ്ലാമിക സമൂഹത്തെ ഭരിച്ച 4 ഖലീഫമാർ, അവർക്കാർക്കും അറിയില്ല പ്രവാചകൻ്റെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കണമെന്ന്. റസൂൽ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിനുശേഷം 55 വർഷം ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, പത്നിമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവർക്കാർക്കും അറിയില്ല എങ്ങനെ റസൂലിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കണമെന്നത്. കാരണം റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അതിനുശേഷം വന്ന 100 വർഷം വരെ ജീവിച്ച റസൂലിനെ കണ്ട സ്വഹാബിമാർ, അവർക്കാർക്കും ഈ റസൂലിൻ്റെ ഈ ജന്മദിനം എങ്ങനെ കൊണ്ടാടണമെന്ന് അവർക്കും അറിയുമായിരുന്നില്ല. അവർക്ക് അറിവില്ലായ്മയായിരുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അങ്ങനൊരു ആചാരം. അതുകൊണ്ട് തന്നെ അവരാരും ചെയ്യാത്ത അത്തരമൊരു പുത്തനാചാരം, റസൂലിൻ്റെ ജന്മദിനത്തെ ആഘോഷിക്കുന്ന ഒരു പുത്തനാചാരം ഹിജ്റ 322 വന്ന ഷിയാക്കളിലെ ഫാത്തിമിയ വിഭാഗത്തിൽപ്പെട്ട ഉബൈദിയാക്കൾ കൊണ്ടുവന്ന ആ ഒരു ആചാരം ഇന്ന് ഏറ്റെടുക്കുന്ന നിഷ്കളങ്കരായ, ഒരുപക്ഷെ അറിയാത്തത് കൊണ്ട് അത് ഏറ്റെടുത്ത് അതിൻ്റെ ആളുകളൊക്കെ മാറുന്ന ഒരുപാട് നിഷ്കളങ്കരായ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട്. കാരണം ഇത് ചെറിയ വിഷയമല്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം ദീനിൽ എന്തെങ്കിലും പുതിയതായി കൊണ്ടുവരിക എന്നത് അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്, അതെല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മൾ. ഓരോ ഖുതുബയിലും തുടക്കത്തിൽ പറയുന്ന വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്താണ്. ആ ബിദ്അത്തുകളെല്ലാം തള്ളപ്പെടേണ്ടതാണ്. കാരണം ആ ബിദ്അത്തുകൾ നിങ്ങൾ നരകത്തിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയുമ്പോൾ, ഹൗദുൽ കൗസർ അവർക്ക് തടയപ്പെടുമെന്നറിയുമ്പോൾ, അവർ എതിർക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ് എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ബിദ്അത്തിലേക്ക് പോകുമ്പോൾ ഈ ഹദ്ദാദും റാത്തീമും ഒക്കെ ചൊല്ലുന്ന ആളുകൾ അതിലുള്ള ശിർക്കൻ വരികൾ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം, നമ്മുടെ വിശ്വാസത്തെ പോലും നമ്മുടെ ഈമാനിനെ പോലും കളങ്കപ്പെടുത്തുന്ന, അതിനെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ടതിന് പകരം ഏറ്റവും തെറ്റായ പാതയിൽ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ പ്രാപ്തമാകുന്ന അത്തരം വിഷയങ്ങളിലും വലിയ ജാഗ്രത നമുക്കുണ്ടാവേണ്ടതുണ്ട്. നാം ആകുന്ന ഒരു മുസ്ലിം, നമുക്കുള്ള ഉത്തരവാദിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമോ അതുപോലെ സ്നേഹിക്കുക എന്നതാണ്. റസൂലിനെ എങ്ങനെയാണ് പൂർണ്ണമായും വിശ്വസിക്കുക എന്ന് നമ്മൾ ഗവേഷണം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ റിസർച്ച് നടത്തേണ്ട ഒരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി, സമ്പൂർണ്ണമായി എങ്ങനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കുമെന്നത്. അതിപ്പോൾ ഹദീസ് അല്ലേ, അതിൽ കുറേ ലൊയീഫായതും സ്വഹിയായതും മാറി മാറി ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആവറേജ് വിശ്വാസിയിൽ നിന്ന് നമ്മൾ ഉയർന്നുകൊണ്ട് എന്താണ് റസൂൽ നമുക്ക് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമുക്ക് കാണിച്ചു വന്ന മാതൃക എന്ന് ചിന്തിച്ചുകൊണ്ട് വിമർശകർ പറയുന്നതിനപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ റസൂലിൻ്റെ ഓരോ ചലനങ്ങളും, റസൂലിൻ്റെ ഓരോ പെരുമാറ്റവും, റസൂലിൻ്റെ ഓരോ സ്വഭാവങ്ങളും, റസൂൽ എങ്ങനെയാണ് ഓരോ നിമിഷവും ജീവിച്ചു കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അത് പൂർണ്ണമാവുക എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി നമുക്കുള്ള ബാധ്യത, നാം വിശ്വസിച്ചതിന് ശേഷം, അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ഈ ഇസ്ലാമിൽ വിശ്വസിച്ചതിന് ശേഷം ഒരിക്കലും അതിൽ നിന്ന് ഒരു സംശയമോ ഒരു പിന്മാറ്റമോ ഒരു നിഷേധമോ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും ഇത്തിബാ ചെയ്യുക എന്നതാണ്. സഹോദരങ്ങളെ, റസൂലിൻ്റെ ഓരോ കൽപ്പനകളും അത് ഇസ്ലാം ദീനാണ്.
ഈ ദീൻ അള്ളാഹുവിൽ നിന്നുള്ള വഹിയായിക്കൊണ്ട് അള്ളാഹു റസൂൽ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് പാലിക്കൽ അത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് ഏറ്റവും ശരി എന്ന് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളും ഉയരേണ്ടതുണ്ട്. അത്തരത്തിൽ ഏതെല്ലാം നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വായിക്കാൻ കഴിയുമോ അത് നിസ്സാരമായി നമ്മൾ കാണുന്ന വലത് കൈകൊണ്ട് ഒരു നന്മ തുടങ്ങുക എന്നത് മുതൽ നമ്മൾ തീരുമാനിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ജീവിതത്തിലെ തീരുമാനങ്ങൾ വരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുന്ന യഥാർത്ഥ മുത്തഖികളായി അള്ളാഹു നമ്മെ ഏവരെയും പരിവർത്തിക്കുമാറാകട്ടെ. ആഘോഷങ്ങൾ അത് പുതിയ കാലത്തിനനുസരിച്ച് മാറി 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 വരുമ്പോഴും അവിടെ ഒരു മുത്തഖിയായ തഖ്വയുള്ള ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട കൃത്യമായ സമീപനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം നമുക്ക് അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടിത്തരികയും മരണം ഹൈറാവുന്നത് എപ്പോഴാണോ അപ്പോൾ അള്ളാഹു നമുക്ക് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ നിന്നും കേട്ടൊരു വാർത്ത, 6 വ്യക്തികൾ അവർ ഒരു വാഹനാപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം. ഇസ്ലാമുള്ള ദീനിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബം തന്നെ അതിൽ വളരെ ആകസ്മികമായി സംഭവിച്ച ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടു. അള്ളാഹു ആ മരണപ്പെട്ട എല്ലാവർക്കും അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അവരുടെ കുടുംബത്തിന് ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളും ഒരു നാൾ മരണപ്പെടേണ്ടവരാണ്, അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ, അത്തരത്തിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ. വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.